നമസ്കാരം. പി.വി. അൻവർ എം.എൽ.എയും എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറും പി ശശിയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ എൻഡിങ് നമുക്കറിയാം. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പുറത്തേക്ക് തന്നെയായിരിക്കും. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. ഇന്ന് വളരെ ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങൾ കൂടി പി.വി. അൻവർ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായി എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് എം.ആർ. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വൈകുന്നു എന്നുള്ളതായിരുന്നു. വൈകിപ്പിച്ചതാണ് എന്ന സത്യം പുറത്തു വരികയാണ്. നമുക്കറിയാം, DGP പി.വി. അൻവറിന്റെ അടുത്തെത്തി പി.വി. അൻവറിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് പി.വി. അൻവർ പല തെളിവുകളും DGPക്ക് കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള DGP സ്വന്തം കൈപ്പടയിലാണ് ഈ പറയുന്ന പി.വി. അൻവർ നൽകിയ മൊഴി മുഴുവൻ എഴുതി മേടിച്ചതും. അങ്ങനെ ഗുരുതരമായ നിരവധി തെളിവുകളും അതുപോലെ തന്നെ വസ്തുതകളുമുള്ള ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് എത്താൻ 7 ദിവസം വൈകി. വളരെ വ്യക്തമായി പറഞ്ഞാൽ ഇന്നലെയാണ് അങ്ങനെ ഒരു DGPയുടെ ആ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് എത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് പി.വി. അൻവർ എടുത്തു പറയുന്നുമുണ്ട്. എത്തിയ ഉടനെ തന്നെ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചത്? അത് മുക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അല്ല, ഉടനെ തന്നെ അന്വേഷണത്തിന്, അതായത് വിജിലൻസ് അന്വേഷണത്തിന് അദ്ദേഹം ഓർഡർ കൊടുക്കുകയാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിശക്തമായ രീതിയിൽ അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ഈ 7 ദിവസം ആര് ഇത് മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിച്ചു എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതിനും വ്യക്തമായ ഉത്തരം കൊടുക്കുന്നുണ്ട് പി.വി. അൻവർ. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് അത് മനഃപൂർവ്വം എത്താതിരിക്കാൻ വേണ്ടി ഇത്രയും ദിവസം വൈകിപ്പിച്ചത്. അതിന്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ആ ഒരു പ്രതികരണം നമുക്കൊന്ന് ആദ്യം കേൾക്കാം. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പറയുന്നത്, ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലെത്തി, രാത്രി തന്നെ അദ്ദേഹം അതിനെ ഓർഡറാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 7 ദിവസം ഇത് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ട് ഞാൻ ഉന്നയിച്ച ചോദ്യമല്ല, നിങ്ങളെല്ലാവരും ഉന്നയിച്ചതാണ്. കേരളത്തിലെ ജനമന്വേഷണം എന്താ ഇത് നീണ്ടുപോകുന്നത്? ആ നീണ്ടുപോകേണ്ടുന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി, ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പോൾ കാണുകയാണ്. അതായിരിക്കും യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ? ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത്. പത്രക്കുറിപ്പ് ഇറക്കില്ലല്ലോ. അപ്പോഴും എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ, 8 ദിവസമായിട്ട് മുഖ്യമന്ത്രിന് അനുമതി കൊടുക്കുന്നില്ല എന്ന ഒരു ചർച്ച കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടുനിന്നു. പി ശശിയെ പുറത്താക്കേണ്ടത് തന്നെയാണ്. പി ശശിക്കെതിരെ വലിയ തെളിവുകൾ AKG സെന്ററിൽ, അതായത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പി.വി. അൻവർ. ഇന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു തെളിവ് സഹിതമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് പരിശോധിക്കുകയാണ്. മൊത്തത്തിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ വളരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇത്ര വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രിയാണ് എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതെന്ന രീതിയിൽ മാധ്യമങ്ങളിലൊക്കെ കൊടുമ്പിരി കൊണ്ടുള്ള പല ചർച്ചകൾ. അത് ഏത് രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്? തൃശ്ശൂർ പൂരം കലക്കിയത്, സോളാർ കേസ് അട്ടിമറിച്ചത്, പുനർജനി കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത്, അങ്ങനെ തുടങ്ങി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പറയുന്ന എം.ആർ. അജിത് കുമാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കാനോ ഒരു ക്ലാരിറ്റി വരുത്താനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മേത്തേക്ക് എടുത്തെറിയുന്ന ഈ ആരോപണ മുനകൾ അതില്ലാതാക്കാനൊന്നും ഒരു ശ്രമം ഈ സമയം വരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് പി.വി. അൻവർ പറയുന്ന കാര്യത്തിൽ വളരെ വളരെ കഴമ്പുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം അതിശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്, അണികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഈ പി ശശിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ പി ശശിയെ കുറിച്ചുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നൽകുകയാണെങ്കിൽ അന്വേഷിക്കാം, അന്വേഷിച്ച് അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അൻവർ ഇത്തരത്തിൽ ഒരു പരാതി പാർട്ടിക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശേഷമാണ് സത്യത്തിൽ സർക്കാരിന് ഇത്രയധികം മാനക്കേടും സർക്കാരിന്റെ മുഖം ഇത്രയധികം വികൃതമായ സംഭവങ്ങളും ഒക്കെ അരങ്ങേറിയത്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പല വീഴ്ചകളുമാണ് ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പി ശശി ആയതിൽ പിന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പല വിഷയങ്ങളും മുഖ്യമന്ത്രി അറിയാതെ മുക്കി എന്നൊക്കെയാണ്
PV അൻവർ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം അതിശക്തമായിട്ട് നടക്കുന്നത് ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ, അതുപോലെ തന്നെ ആ ഒരു വലിയ ബംഗ്ലാവ് പണിയുന്നുണ്ടല്ലോ അജിത് കുമാർ, ഈ വിഷയത്തിലൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വളരെ അതിശക്തമായിട്ടുള്ള തെളിവുകൾ PV അൻവർ കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും PV അൻവറിന്റെ യുദ്ധം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയത്തിൽ PV അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിന്റെ ടേബിളിലേക്ക് വെച്ചു കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും സമയമെടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിലൊക്കെ ഒരു വിധി കൽപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സുജിത് ദാസിന്റെ വിഷയത്തിലും ശശിധരന്റെ കേസിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം MR അജിത് കുമാറിനെ എന്തായാലും ഇപ്പോൾ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ MR അജിത് കുമാറിനെ സ്വാഭാവികമായും ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ മാറ്റി നിർത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് കൂടുതൽ ഒന്നുകൂടി എന്താ പറയുക, ശോഭ പകരുക മാത്രമേ നൽകുകയുള്ളൂ. അത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പറഞ്ഞു കൊടുക്കണം. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുന്നില്ല. അതായത് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ ADGP MR അജിത് കുമാർ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ADGP ആണ്. ഈ കാണുന്ന പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ക്രമസമാധാന ചുമതല ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ഒരു ആഗ്രഹം, അതായത് ഇദ്ദേഹത്തെ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം അന്വേഷണം നടത്താൻ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു നീക്കത്തിലേക്ക് നീങ്ങുന്നില്ല. ഇന്ന് PV അൻവർ അവകാശപ്പെടുന്നുണ്ട്, അതായത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നീക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നൽകാൻ പല ഉദ്യോഗസ്ഥരും റെഡിയാണ്. പക്ഷേ അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഇപ്പോഴും ADGP MR അജിത് കുമാർ ആ തൽസ്ഥാനത്ത് തന്നെ തുടരുകയാണ്. രണ്ടാമത്തെ കാര്യം, വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം കൂടി ഈ നമ്മുടെ അൻവർ പറയുന്നുണ്ട്. അതായത് തെളിവ് നൽകിയിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു. അതായത് സമാന്തരമായിട്ട് ഇപ്പൊ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് സമാന്തരമായിട്ട് യാതൊരു നിയമവും പാലിക്കാതെ MR അജിത് കുമാറിന്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തീർച്ചയായും MR അജിത് കുമാറിനെ ആ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് അന്വേഷണം നടത്തേണ്ടതാണ്. അങ്ങനെ നടത്തിയാൽ കുറച്ചുകൂടി സുതാര്യമാകും. ഇപ്പോൾ ഉയർന്നു വരുന്ന പല ആരോപണങ്ങളും ഇല്ലാതാക്കാൻ അത് കാരണമാകും. ഇനി PV അൻവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സുജിത് ദാസിന്റെ കാര്യത്തിൽ തെറ്റിയില്ലല്ലോ. സുജിത് ദാസിന്റെ കേസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? സസ്പെൻഷൻ അതുകൊണ്ട് കൊടുത്തില്ലേ? ശശിധരന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തപ്പിയപ്പോൾ എന്താണ് മനസ്സിലായത്? അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും സത്യമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ലല്ലോ, വലിയ ആരോപണങ്ങളാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അന്വേഷണം റിപ്പോർട്ട് ഒക്ടോബർ 1 മുമ്പ് തന്നെ കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അത്രമാത്രം വേഗതയിൽ വേണം ഈ കാര്യങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് വളരെ സ്വാഗതാർഹമാണ്. വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട്, നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. സമർപ്പിച്ച കഴിഞ്ഞ ശേഷം അത് പഠിച്ച ശേഷം MR അജിത് കുമാർ അകത്തോ പുറത്തോ എന്ന കാര്യത്തിൽ വളരെ വ്യക്തത വരുത്താൻ കഴിയും. എന്തായാലും അദ്ദേഹത്തെ ഈ ADGP സ്ഥാനത്ത് ഇപ്പോൾ ഇരുത്തിക്കൊണ്ട് സർക്കാർ നീങ്ങുന്ന നീക്കം തീർത്തും വളരെ അപലപനീയമായ ഒരു നീക്കമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ വലിയ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ ഒന്നും ചുമക്കേണ്ട ബാധ്യത സർക്കാരിനില്ല എന്ന കാര്യം ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എങ്കിലും അദ്ദേഹം മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് PV അൻവറിനോട് ചോദിക്കുമ്പോൾ PV അൻവർ പറയുന്നത് സമയമാകുമ്പോൾ പറയാമെന്നാണ്. അപ്പോൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും അത്ര ഒരു നല്ല എന്താ പറയുക, മടിയിൽ കനമില്ലാത്തവനാണ്, അല്ലെങ്കിൽ കൈ അദ്ദേഹത്തിന്റെ ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയേണ്ടിയിരുന്നത്. അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിവാദങ്ങളും ചർച്ചകളും ഒക്കെ വലിയ തോതിൽ സർക്കാരിനെ ചില ഘട്ടങ്ങളിലൊക്കെ പ്രതിസന്ധിയിലാക്കുന്നത്. എങ്ങനെയൊക്കെ പ്രതിസന്ധിയിലാക്കാൻ ആരൊക്കെ ശ്രമം നടത്തിയാലും ഒരു ഭരണകക്ഷി MLA ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് മൂലം സർക്കാരിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനം അത് ഈ പറയുന്ന പോലെ സർക്കാരിന് ഗുണം ചെയ്യുന്ന തീരുമാനങ്ങളാണ്. ഇത് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ശോഭയുണ്ടാക്കുന്നത് സർക്കാരിന് തന്നെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത്തരം ക്രിമികീടങ്ങളുണ്ട്, പുഴുക്കുത്തുകളുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്. നടപടി സ്വീകരിക്കാതെ PV അൻവറിനെ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായും അത് സർക്കാരിന് വലിയ തോതിൽ ക്ഷീണം ചെയ്യുമായിരുന്നു. പക്ഷേ സർക്കാരും പാർട്ടിയും ഒക്കെ PV അൻവറിനൊപ്പം കൂടെ നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ ഈ ഘട്ടത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില മാധ്യമങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും
എന്താണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ പോരാട്ടം കൊണ്ട് അദ്ദേഹം എന്താണ് ഈ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഉദ്ദേശ ലക്ഷ്യം അത് വളരെ നല്ലതായതുകൊണ്ടും വലിയ ഒരു സപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു, പാർട്ടിയുടെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു, സർക്കാരിന്റെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്തരം പോരാട്ടങ്ങളൊക്കെ മുന്നോട്ട് തന്നെ പോകട്ടെ. ഇത്തരം പി വി അൻവർമാരാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ആവശ്യമെന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.